നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയുമായി ഇസ്രായേൽ സന്ദർശിക്കുകയാണ്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇസ്രായേൽ സന്ദർശിക്കുന്നത്. 2017 നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചത്. മാത്രമല്ല, അദ്ദേഹം ഇക്കുറി ഇസ്രായേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ നടക്കുന്നത് വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടെ ഈ സന്ദർശനത്തെ ഉറ്റുനോക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇറാനും അമേരിക്കയൊക്കെ തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു. അമേരിക്ക അവരുടെ യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും ഒക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ യുദ്ധമുണ്ടായാൽ പോലും അത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് അവിടെ സന്ദർശനം നടത്തുന്നത് എന്നുള്ള കാര്യം പലരും സംശയത്തോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയും സാധാരണഗതിയിൽ മറ്റൊരു രാജ്യ സന്ദർശനം നടത്തുകയില്ല. എന്നിട്ട് നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത് താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് വളരെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുകയാണ് എന്നാണ്. അങ്ങേക്ക് സ്വാഗതം എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ കുറിച്ചിട്ടുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി അവിടെ നടത്തുന്ന സന്ദർശനത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകുമോ, അതോ ഇസ്രായേലിനും ഇന്ത്യക്കും ഒരുപോലെ നേട്ടങ്ങളുണ്ടാകുന്ന തീരുമാനങ്ങളുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ മധ്യപൂർവ്വ ഏഷ്യ എന്നറിയപ്പെടുന്ന വലിയൊരു മേഖലയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ നല്ല ബന്ധമാണുള്ളത്. ഒരുപക്ഷേ ഇറാനും ഇസ്രായേലൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒത്തുതീർപ്പാക്കുന്നതിൽ നരേന്ദ്രമോദിക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ പലരും പ്രതീക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നത്. കൂടാതെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പ്രതിരോധ കരാറുകൾ ഏർപ്പെടാൻ പോകുന്നുണ്ട്. നിരവധി പ്രതിരോധ കരാറുകളാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒപ്പുവയ്ക്കാൻ പോകുന്നതാണ് കരുതപ്പെടുന്നത്. അതിൽ പ്രധാനം ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളുടെ മാതൃകയിൽ നമുക്ക് ഇന്ത്യയിലും നമ്മളിപ്പോൾ മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും ഇസ്രായേൽ നൽകുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ വലിയ തോതിലുള്ള ആയുധങ്ങൾ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വിവിധ മേഖലകളിൽ, അതായത് വ്യവസായം, വാണിജ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കാനിരുന്നതാണ് കഴിഞ്ഞ വർഷം. പക്ഷേ ഡൽഹിയിൽ അന്ന് അപ്രതീക്ഷിതമായ തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സംവിധാനങ്ങൾ പാളി എന്നുള്ള സംശയത്തെ തുടർന്നാണ് സന്ദർശനം റദ്ദാക്കിയത് എന്നാണ് അന്ന് പല പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ആകട്ടെ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. അതുകൊണ്ടൊന്നുമല്ല, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ വിവിധ വിഷയങ്ങളിൽ ഇടപെടേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അന്ന് വരാൻ കഴിയാതിരുന്നത് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് പിന്നീട് വിശദീകരിച്ചത്. ഇത് സംബന്ധിച്ച് എല്ലാ അഭ്യൂഹങ്ങളും അന്ന് ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ എത്തിയതിന് ശേഷം അദ്ദേഹം അവിടുത്തെ ഉന്നത നേതാക്കളുമായി നടത്തുന്ന ചർച്ചകളുടെ വിശദാംശം എന്താണ് എന്നറിയാൻ കാത്തിരിക്കുക തന്നെയാണ് ഇപ്പോൾ ആകാംക്ഷയോടെ ഈ എല്ലാ രാജ്യങ്ങളും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കുറച്ച് രാജ്യങ്ങളുമായിട്ട് മാത്രമാണ് വളരെ അടുത്ത സൗഹൃദമുള്ളത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എത്തുന്നത് വരെ ഇന്ത്യക്കും ഇസ്രായേലുമായി വലിയ നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല, 1992 ഇന്ത്യ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ഒന്നും തന്നെ ഈ രാജ്യം സന്ദർശിക്കുന്ന പതിവുമില്ലായിരുന്നു. അതിന് അവരുടേതായ ചില മറ്റ് രാഷ്ട്രീയ കാരണങ്ങളായിരുന്നു ഇതിനവരെ പ്രേരിപ്പിച്ചിരുന്നത്. പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എത്തിയതിന് ശേഷം അദ്ദേഹം ഇസ്രായേലുമായി ഏറ്റവും മികച്ച ബന്ധം സ്ഥാപിക്കുകയും ഇസ്രായേൽ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ത്യയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. നരേന്ദ്രമോദി ആദ്യമായി ഇസ്രായേലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം എന്നറിയപ്പെടുന്ന ഏറ്റവും ഗംഭീരമായ സ്വീകരണമാണ് നൽകിയത്. നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതതര നേതാക്കൾ വിമാനത്താവളത്തിലെത്തി അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഇന്ത്യയുമായി ഒരുപാട് കാര്യങ്ങളിലൊക്കെ തന്നെ പരസ്പര ധാരണയിൽ ഏർപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതുപോലെ പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാനൊക്കെ തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ നീക്കങ്ങൾ ഇപ്രാവശ്യത്തെ ഈ സന്ദർശനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും പരക്കുന്നത്. പ്രതിരോധ മേഖലയിൽ സഹകരണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ്. പക്ഷേ മറ്റെന്തൊക്കെ കാര്യങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ധാരണയിലാകുന്നത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ നമ്മുടെ പുതിയ ഭീകരവിരുദ്ധ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രഹാർ എന്നറിയപ്പെടുന്ന ഈ നയമനുസരിച്ച് രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഈ ഗൂഢാലോചനകളെയും ഇവിടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന സംഘടനകളെയൊക്കെ തന്നെ, അതായത് ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെയൊക്കെ തന്നെ പിടികൂടുന്നതിനും അവരെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് പ്രഹാർ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇത് സംബന്ധിച്ചൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ സാങ്കേതിക സഹായം ഇന്ത്യക്ക് ലഭിക്കാനുള്ള
സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഇറക്കി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്തൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്തിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു കാര്യവുമാണ്. ഇസ്രായേലിൻ്റെ ഗോൾഡൻ ഹൊറൈസൺ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യക്ക് നൽകുകയും അത് ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനങ്ങൾ ഘടിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള സാങ്കേതികമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ സന്ദർശനം സാർത്ഥകമാകാൻ തന്നെയാണ് സാധ്യത. അതേസമയം ഇസ്രായേലിലെ പ്രതിപക്ഷം പറയുന്നത് നരേന്ദ്രമോദിയുടെ സന്ദർശനം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏറെ ഗുണം ചെയ്യും എന്നാണ്. നെതന്യാഹുവിൻ്റെ താല്പര്യം മുൻനിർത്തിയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഇസ്രായേൽ സന്ദർശിക്കുന്നത് എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ആഗോളതലത്തിൽ ഇന്ന് നരേന്ദ്രമോദിക്ക് ഉള്ള ഒരു സ്ഥാനം, അതായത് ലോകത്ത് ഏത് രാജ്യത്തും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇടപെടാൻ എല്ലാവരും വിളിക്കാറുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഗുണകരമാകും എന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ലോകം ഇപ്പോൾ അസാധാരണമായ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. കാരണം യുദ്ധസമാനമായ ഇത്തരം ഒരു സാഹചര്യത്തിൽ ലോകത്തെ ഒരു ഭരണാധികാരിയും യുദ്ധം നടക്കാൻ സാധ്യതയുള്ള രാജ്യം സന്ദർശിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പേടി എന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഈ രണ്ട് രാജ്യങ്ങളും അദ്ദേഹം നേരത്തെ സന്ദർശിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെ അവിടെ യുദ്ധം നടക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുമുണ്ട്.